കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് എവിടെയായിരുന്നു? കലകള് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഏറ്റവും അവസാനം പഠിച്ചത് കലകളായിരുന്നു. ഈ കലകള് കൂടി ചേർന്നിട്ടാണ് നമ്മള് മനുഷ്യരുടെ ശരീരം രൂപം കൊള്ളണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കാനുള്ള അവയവ വ്യവസ്ഥകളും മനുഷ്യ ശരീരത്തിലെ പലതരത്തിലുള്ള സെൻസറി ഓർഗൻസും ഇതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഇനി കടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താണ് അവയവം? കലകൾ കൂടി ചേർന്ന് രൂപം കൊള്ളുന്ന കുറച്ചുകൂടി ഹയർ ഓർഡറിൽ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഓർഗൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാകുന്നത്. കലകൾ കൂടി ചേർന്നിട്ടാണ് അവയവം രൂപം കൊള്ളുന്നത്. ഓക്കെ, ഈ അവയവങ്ങൾ, ഒന്നിൽ കൂടുതൽ അവയവങ്ങൾ കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ അവയവ വ്യവസ്ഥ എന്ന് പറയും. മനുഷ്യ ശരീരത്തില് ഇപ്പൊ ഡൈജഷൻ, ദഹനം അത് നടത്തണമെങ്കിൽ നമ്മുടെ വായയിലെ പല്ലുകളും നാക്കും, അത് പോകുന്ന വഴിയിലെ ഇസോഫാഗസ്, ആമാശയം, പാൻക്രിയാസ്, ചെറുകുടല്, വൻകുടല് എന്നിങ്ങനെ ഒരുപാട് അവയവങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ അവയവങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് അവയവ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജീവിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ജീവിയുടെ ഉള്ളില് ഒന്നിൽ കൂടുതൽ അവയവ വ്യവസ്ഥകൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്നതാണ് ഒരു ജീവി ആയിട്ട് രൂപം കൊള്ളുന്നത്. ഇനി തുടർച്ചയായ വിഭജനത്തിന്റെയും അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണത്തിന്റെയും ഫലമായിട്ട് കോശങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് സങ്കീർണ ഘടനയുള്ള ജീവശരീരം. നമ്മുടെ ശരീരത്തെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി. പലപ്പോഴായിട്ട് നടക്കുന്ന സെൽ ഡിവിഷനും അതുപോലെ തന്നെയുള്ള വൈവിധ്യവൽക്കരണത്തിന്റെയും ഫലമാണ് കോശങ്ങളിൽ നിന്ന് എന്തുണ്ടാകുന്നത്? സങ്കീർണ ഘടനയുള്ള നമ്മുടെ ജീവശരീരം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കാറുള്ളത് മനുഷ്യന്റെ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ് അല്ലെ. മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇൻപുട്ട് ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസിൽ കൂടെയാണ്. മനുഷ്യർക്ക് 5 സെൻസ് ഓർഗൻസ് ആണ് പൊതുവേ ഉണ്ടെന്ന് പറയാം അല്ലെ. ഏതൊക്കെയാണ് ആ സെൻസ് ഓർഗൻസ്? കണ്ണുണ്ട്, ചെവിയുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, ത്വക്കുണ്ട്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ കണ്ണിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കണ്ണ് എന്ന് പറയുന്നത് ഇന്ദ്രിയ അനുഭവങ്ങൾ രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ്. നമ്മുടെ ബ്രെയിനിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നോളജ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അധികം സഹായിക്കുന്നത് കണ്ണാണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇന്ദ്രിയ അനുഭവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 80% ഇന്ദ്രിയ അനുഭവങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കണ്ണാണ്. എത്ര ശതമാനമാണ് കണ്ണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 80% കണ്ണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇന്ദ്രിയ അനുഭവങ്ങളുടെ എത്ര ശതമാനമാണ് കണ്ണുകൾ പ്രദാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 80%. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്കള്ളിന്റെ സ്ട്രക്ചർ കാണാം, തലയോട്ടി. അതില് കണ്ണിരിക്കുന്നത് 2 കുഴി പോലെയുള്ള സ്ട്രക്ചറുകളിലാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് നേത്രകോടരം. നേത്രകോടരം. ഈ നേത്രകോടരത്തിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലയോട്ടിയിലെ നേത്രകോടരത്തിൽ. 2 കുഴി പോലെയുള്ള ഭാഗമാണ് ആ റെഡ് കളറിൽ കാണുന്നത് കേട്ടോ. ആ നേത്രകോടരത്തിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കണ്ണ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണതെന്ന് പറഞ്ഞു. ഇനി ആ സ്കള്ളുമായിട്ട് അല്ലെങ്കിൽ നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കണ്ണിന്റെ പേശികളാണ്. കണ്ണിന്റെ തന്നെ ബാഹ്യ കൺപേശികളാണ് നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇനി നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ് തുടങ്ങി പഠിക്കുന്ന ഒരു കാര്യമാണ്, കണ്ണില് എത്ര പാളികളുണ്ട്? 3 പാളികളുണ്ട്. ഏതൊക്കെയാ 3 പാളികള്? ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. അതിന്റെ മലയാളം വാക്കുകൾ നമുക്ക് പഠിക്കണം. ദൃഢപടലം, സ്ക്ലീറനെ പറയുന്ന പേരാണ് ദൃഢപടലം. രക്തപടലം, ഇതാണ് കൊറോയിഡ്. ദൃഷ്ടിപടലം, ഇതാണ് റെറ്റിന. ഓക്കെ, അപ്പൊ കണ്ണിന്റെ പാളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് 3 പാളികളായിട്ട് നമുക്ക് കാണാം. ഏറ്റവും പുറമെയുള്ള ലെയർ ആണ് സ്ക്ലീറ. ഇവിടെ സ്ക്ലീറ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അതിനുള്ളില് രക്തലോമികളൊക്കെ കാണപ്പെടുന്ന ഭാഗമാണ്
കൊറോയിഡ് അഥവാ ഇവിടെ നമ്മൾ അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് രക്തപടലം. ദെൻ കണ്ണില് കാഴ്ച നൽകുന്ന ഇന്ദ്രിയ അനുഭവമായ കാഴ്ച നൽകുന്ന ഭാഗമാണ് റെറ്റിന, ദൃഷ്ടി പടലം. അപ്പൊ ടോട്ടൽ 3 ലെയേഴ്സ് ആണ് കണ്ണിനുള്ളത്. ഏതൊക്കെയാണ്? ദൃഢപടലമുണ്ട്, രക്തപടലമുണ്ട്, ദൃഷ്ടിപടലമുണ്ട്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇനി കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിനെ നമ്മൾ പറയുന്ന പേരാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലിയർ. ഈ സ്ക്ലിയറുടെ ഫംഗ്ഷൻ എന്താണ്? നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ദൃഢപടലത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ കണ്ണിന്റേതായ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി നീളം കൂടിയ ഷേപ്പ്, ഇങ്ങനെയുള്ള ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറയാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി കണ്ണിന്റെ നറീഷ്മെന്റിന് എന്തായാലും ന്യൂട്രിയൻസ് ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിന് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ ഭാഗമാണ് രക്തപടലം അഥവാ കൊറോയിഡ്. ഇപ്പൊ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും അതുപോലെ തന്നെ പോഷണവും പ്രദാനം ചെയ്യുകയാണ് ആരുടെ ഫംഗ്ഷൻ? രക്തപടലത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? രക്തക്കുഴലുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും കൊടുക്കും, അതുപോലെ തന്നെ എന്തും കൊടുക്കും? പോഷണങ്ങളും പ്രദാനം ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ പാളിയിലേക്ക് കിടക്കാം. പ്രകാശഗ്രാഹികൾ, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇംഗ്ലീഷിൽ പറയും. ഇങ്ങനെയുള്ള പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള, ഇതിനെയാണ് നമ്മൾ ആന്തരപാളി എന്ന് പറയുന്നത്. കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇപ്പൊ കണ്ണില് പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. റെറ്റിനയുടെ വേറൊരു പേരാണ് ദൃഷ്ടിപടലം. പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ് അഥവാ ദൃഷ്ടിപടലത്തിലാണ്. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? നമ്മൾ ആകെ 3 ലെയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ. ഇനി ദൃഷ്ടിപടലത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത, നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത നോക്കി പറഞ്ഞേ. ഒന്ന് റിയൽ ഇമേജ് ആണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമാണ്. 2 തലകീഴായതാണ്. നമ്മൾ കാണുന്ന കണ്ണിൽ പതിയുന്ന ഇമേജ് എപ്പോഴും തലകീഴായിട്ടാണ് കാണുക. അത് ബ്രെയിൻ പ്രോസസ് ചെയ്തിട്ടാണ് നേരെ നമുക്ക് കിട്ടുന്ന ഒരു വിഷൻ ഉണ്ടല്ലോ, ആ വിഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. യഥാർത്ഥവുമാണ്, അതുപോലെ തന്നെ തലകീഴായതുമാണ്. ഇനി റെറ്റിനയില് ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹികളുള്ള ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ഇതൊക്കെ കുറെയൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങളായിരിക്കും. ഇപ്പൊ യെല്ലോ സ്പോട്ടിന്റെ പ്രത്യേകത എന്തായിരിക്കും? കണ്ണില് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗമാണ് പീതബിന്ദു. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗമാണ് പീതബിന്ദു. ഇനി ചെറിയ വസ്തുക്കളൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ്? പീതബിന്ദുവിലാണ് ആ പ്രതിബിംബം രൂപം കൊള്ളുന്നത്. ഇനി ഇതുപോലെ തന്നെ പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതലുള്ള ഭാഗത്തിന് നമ്മൾ പീതബിന്ദു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം, പ്രകാശഗ്രാഹികൾ തീരെ ഇല്ലാത്ത ഭാഗത്തിനെയാണ് നമ്മൾ അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ഇമേജ് വീഴുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത ഭാഗം എവിടെയാണോ കണ്ണ് കാഴ്ച തരാത്ത ഭാഗം, അതിനെയാണ് നമ്മൾ അന്ധബിന്ദു എന്ന് പറയുന്നത്. നമ്മള് കണ്ണിന്റെ ഒരു അനാട്ടമി സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കണ്ടോ? ഈ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ. യെല്ലോ സ്പോട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചിലപ്പോ അടുത്ത ഇമേജിൽ ഉണ്ടാവും. ഓക്കെ, അടുത്ത ഇമേജിൽ നമുക്ക് നോക്കാം കേട്ടോ യെല്ലോ സ്പോട്ട് എവിടെയാന്ന്. ഇതിലിപ്പോ ബ്ലൈൻഡ് സ്പോട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ കണ്ണിന്റെ സ്ട്രക്ചറുകളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള ലെയർ ഏതാന്ന് നോക്കിയേ. ഏറ്റവും പുറമേയുള്ള ലെയർ ഇവിടെ ഐറിസ് ഉണ്ട്, പ്യൂപ്പിൾ ഉണ്ട്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണമണിയാണ് കേട്ടോ. അതിനുള്ളിലായിട്ട് ലെൻസ് ഉണ്ട്. ലെൻസിനെ പിടിച്ചു നിർത്തുന്ന സീലിയറി മസിലുകൾ ഉണ്ട്. ഇവിടെ കാണുന്ന ആദ്യത്തെ ഒരു ചേംബർ ഉണ്ട്. ആ ചേംബറിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അക്വസ് ചേംബർ.
അതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ലിക്വിഡിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കും. ഇതിന്റെ ഉള്ളിലുള്ള ചേംബർ, ലെൻസ് കഴിഞ്ഞിട്ടുള്ള ചേംബറാണ് വിട്രിയസ് ചേംബർ. അതിന്റെ ഉള്ളിൽ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ? അതെ, ഇവിടെ നിന്നാണ് ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഒരു കുറച്ചുകൂടി ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പോയിരിക്കുന്ന ഒരു ഫിഗർ ആണ്. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിലും ഇതിന് അടുത്തൊരു ഇമേജ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ള ഇമേജ് നോക്കിയാലും മതി. നമുക്ക് എന്തായാലും ഇമേജ് എന്നിട്ട് ഏതാ പാർട്ട് എന്ന് ചോദിക്കാറില്ല, പകരം ഫങ്ഷൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം ഓരോ പാർട്ടിന്റെയും ഫങ്ഷൻ ആയിട്ട്. ദൃഢപടലത്തിൽ, ദൃഢപടലം എന്ന് പറയുന്നത് ഏതാ? സ്ക്ലീറയാണ്. സ്ക്ലീറയില് കോർണിയ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം നോക്കിയേ? കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള ലെയർ ആണ് കോർണിയ. കണ്ടോ, നമ്മൾ ഈ പുറമേ കാണുന്ന ലെയർ കോർണിയ. കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആവരണം ചെയ്ത് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കൺജങ്ക്ടൈവ എന്ന് പറയാം. ദൃഢപടലത്തില് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് കാണുന്ന ഭാഗത്തിന്, ആ ഒരു പ്രൊട്ടക്ഷൻ ലെയറിനെയാണ് നമ്മൾ കൺജങ്ക്ടൈവ എന്ന് പറയാം. ഇതിലെവിടെ കൺജങ്ക്ടൈവ എന്ന് നോക്കിയേ? കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ കവർ ചെയ്യുന്നത്. കണ്ട, അപ്പൊ ഇവിടെ എവിടെ കോർണിയ? അതെ, ഇതാണ് കോർണിയ. അതിന് ഒഴികെയുള്ള ഭാഗത്തെ കവർ ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ കൺജങ്ക്ടൈവ എന്ന് പറയുന്നത്. നിങ്ങള് കൺജങ്ക്ടിവിറ്റിസ് എന്നൊരു അസുഖം കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ കൺജങ്ക്ടിവിറ്റിസ്? എന്താണ് കൺജങ്ക്ടിവിറ്റിസ്? മലയാളത്തിലെ എന്താ പറയാ? ചെങ്കണ്ണ് എന്ന് പറയും. ചെങ്കണ്ണ്. അത് എഫക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? അപ്പൊ കൺജങ്ക്ടൈവ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് അസുഖത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പൊ ദൃഢപടലത്തിൽ സ്ക്ലീറയില് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് കൺജങ്ക്ടൈവ. ക്ലിയർ ആണല്ലോ? ഇനി ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് സുതാര്യമായിട്ട് മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കോർണിയ അഥവാ നേത്രപടലം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മലയാളം വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ കണ്ട സ്ക്ലീറയുടെ ദൃഢപടലത്തിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് സുതാര്യമായി കാണുന്ന മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ അഥവാ നേത്രപടലം. അപ്പൊ ഈ ഭാഗത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സുതാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിലേക്ക് പ്രകാശരശ്മികളെ പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് നേത്രപടലം. ഓക്കെ, ഈ മനുഷ്യന്റെ നേത്രപടലത്തില് അല്ലെങ്കിൽ ഈ കോർണിയയില് ഏറ്റവും പുതുതായിട്ട് കണ്ടെത്തിയ ഒരു ലെയറിനെയാണ് ദുവാസ് ലെയർ എന്ന് പറയുന്നത്. ഈ ദുവാസ് ലെയർ കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർമിന്ദർ സിംഗ് ദുവ. അപ്പൊ ഹർമിന്ദർ സിംഗ് ദുവ എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് മനുഷ്യരുടെ കണ്ണിലെ കോർണിയയിലുള്ള ഏറ്റവും പുതിയ ലെയർ ആയിട്ടുള്ള ദുവാ പാളി എന്ന് പറയുന്ന പാളി കണ്ടെത്തിയത്. ഓക്കെ, ഇനി നമ്മൾ കണ്ണ് മാറ്റി വെക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കണ്ണ് മാറ്റി വെക്കുമ്പോൾ നമ്മുടെ നേത്രപടലം മാത്രമാണ് മാറ്റി വെക്കുക. ഓക്കെ, ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുൻപോട്ട് തള്ളി നിൽക്കുന്നതുമായ ഭാഗമാണ് നേത്രപടലം അല്ലെങ്കിൽ കോർണിയ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ഇതിലൂടെയാണ് കണ്ണിലേക്ക് പ്രകാശരശ്മികൾ പ്രവേശിക്കുന്നത്. ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ പാളി ഏതാണ്? ദുവാ പാളി എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാ? ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർമിന്ദർ സിംഗ് ദുവ എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. നമുക്ക് ആ ഇമേജ് ഒന്ന് നോക്കാം. ഐറിസ് എവിടെയാണ്? ഓക്കെ, നോക്കാം. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന ഈ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുക. ഓക്കെ, ഐറിസ് കണ്ട, മാർക്ക് ചെയ്തിട്ടുണ്ട് ഐറിസ്. ഇപ്പൊ കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലം എന്ന് പറഞ്ഞത് ഏത് ലെയറായി? രണ്ടാമത്തെ ലെയറായിട്ടാ. ആ രണ്ടാമത്തെ ലെയറിന്റെ ഭാഗമാണ് ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രണ്ടാമത്തെ ലെയറായിട്ടുള്ള കൊറോയിഡിന്റെ രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. ഇപ്പൊ നമ്മുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുണ്ട നിറത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ ചിലരുടെ കറുത്തതായിരിക്കും, ചിലരുടെ പൂച്ചക്കണ്ണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ചിലര് പച്ച കളറായിരിക്കും, ചിലര് നീല കളറായിരിക്കും.
അങ്ങനെ കണ്ണിന് ഒരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഇരുണ്ട നിറത്തിൽ കാണാറുണ്ട്. ആ ഇരുണ്ട നിറം കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഐറിസ് അഥവാ കൃഷ്ണമണി, അല്ലെങ്കിൽ ആ കൃഷ്ണമണിയുടെ ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ആ കളർ തരുന്ന ഭാഗമാണ് ഐറിസ്. അങ്ങനെ കളർ പ്രൊവൈഡ് ചെയ്യുന്ന വർണ്ണ വസ്തുവാണ് മെലാനിൻ. അപ്പൊ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് മെലാനിൻ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ ഒക്കെ ആണെങ്കിൽ ആ കറുത്ത ഭാഗത്തിന് സെന്ററിൽ ഒരു കുഞ്ഞു ഓട്ട കാണും. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം, ആ സുഷിരത്തിനെയാണ് നമ്മൾ പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൃഷ്ണമണി എന്ന് പറയുന്നത് അപ്പൊ കറുത്ത കളറിലുള്ളതിന്റെ സെന്റർ പോർഷനിലുള്ള സുഷിരത്തിനെയാണ് കേട്ടോ. അപ്പൊ ഈ പ്യൂപ്പിളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് ഈ സുഷിരം വലുതാകുകയും ചെറുതാകുകയും ചെയ്യും. ഓക്കെ, ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ലൈറ്റ് വരാണെങ്കിൽ അതിനനുസരിച്ച് കണ്ണിന്റെ ആ സുഷിരം അഡ്ജസ്റ്റ് ചെയ്യും. ഭയങ്കര ഡിം ആയിട്ടുള്ള ലൈറ്റ് വരാണെങ്കിൽ അതിനനുസരിച്ച് കണ്ണിന്റെ പ്യൂപ്പിളിന്റെ ആ ഒരു സർക്കിളിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തു. ക്ലിയർ ആണോ പറഞ്ഞത്? പ്രകാശ തീവ്രത അനുസരിച്ച് കണ്ണിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്യൂപ്പിള് എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു സുഷിരത്തിന്റെ വലുപ്പം ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും അതിനനുസരിച്ച് ചെയ്യും. ഇനി ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നേത്രപടലം കോർണിയ പറഞ്ഞു, പിന്നെ കൺജങ്ക്റ്റൈവ പറഞ്ഞു, ഇപ്പോ ഐറിസ് പറഞ്ഞു, പ്യൂപ്പിൾ പറഞ്ഞു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ കാണുന്ന അടുത്ത ഭാഗം ഏതാണ്? നമ്മുടെ കണ്ണിന് എന്ത് വേണം? ലെൻസ് വേണം അല്ലെ? അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണിന്റെ ലെൻസ് എന്ന് പറയുന്നത്. ഈ ലെൻസ്, ആ ലെൻസിന്റെ പ്രത്യേകത എന്താണ്? ആ ലെൻസിന്റെ പ്രത്യേകത എന്താ? നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് മനുഷ്യരുടെ കണ്ണുകളിലുള്ളത്? ഏത് ടൈപ്പ് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. അത് തന്നെ പ്രത്യേകത ഉണ്ട്. ആ പേര് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ബൈ കോൺവെക്സ് ലെൻസ് എന്നാണ് അതിനെ സ്പെസിഫൈ ചെയ്ത് പറയണത്. ഓക്കെ, നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ആണ് ബൈ കോൺവെക്സ് ലെൻസ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറയണെങ്കിൽ കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയുള്ള പേശികളാണ് സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ. അപ്പൊ എന്തായിരിക്കും ഈ സീലിയറി പേശികളുടെ ഫംഗ്ഷൻ? നമ്മൾക്ക് ദൂരെ നിന്നുള്ള വസ്തുക്കളെയും കാണണം, അടുത്തുള്ള വസ്തുക്കളെയും കാണണം. അപ്പൊ ഈ വരുന്ന വസ്തുക്കളുടെ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ, പ്രകാശരശ്മികൾ അനുസരിച്ച് നമ്മുടെ കണ്ണിലുള്ള ലെൻസിന്റെ വലുപ്പം കൂട്ടുകയോ നീളം കൂട്ടുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പേശികളാണ് സീലിയറി പേശികൾ. അപ്പൊ കണ്ണിന്റെ നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ഇത് ഏത് ആകൃതിയിലാണ് കാണപ്പെടുന്നത്? വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മുടെ കണ്ണിന്റെ റെറ്റിനയില് ദൃഷ്ടിപടലത്തില് പ്രകാശഗ്രാഹികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകാശഗ്രാഹികളിൽ നിന്ന് ലഭിക്കുന്ന ആവേഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലസ്. ആവേഗങ്ങളെ എവിടേക്ക് കൊണ്ടുപോകണം? നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകണം. മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം എവിടെയാണോ ഇമേജ് പ്രോസസ് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന നാഡി, നെർവാണ് നേത്രനാഡി. ഒപ്റ്റിക് നെർവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, നേത്രനാഡി. ഈ നേത്രനാഡിയാണ് പ്രകാശഗ്രാഹികളിൽ നിന്നുള്ള ഓരോ സ്റ്റിമുലസിനെയും മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോയി അതിന്റെ ഇമേജ് നേരെയാക്കി നമുക്കൊരു ഇമേജ് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇവിടെയാണ് ഹ്യൂമൺ ഐയുടെ മറ്റൊരു ഇമേജ് തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഏറ്റവും പുറമേ കാണുന്ന ഭാഗം ഏതായിരുന്നു? ഇവിടെ കൺജങ്ക്റ്റൈവ ഉണ്ട്. ഈ കാണുന്ന പുറമേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് കോർണിയ. ദെൻ അവിടെ കാണുന്ന ഇരുണ്ട നിറത്തിലുള്ള ഭാഗമാണ് ഐറിസ്. അതിന്റെ സെന്ററിൽ കാണുന്ന സുഷിരമാണ് പ്യൂപ്പിൾ. ഈ പ്യൂപ്പിളിന്റെ ഉള്ളിൽ കൂടെയാണ് ലൈറ്റ് ഇവിടെ വന്ന് വീഴുന്നത്, ലെൻസിലേക്ക് വന്ന് വീഴുന്നത്. ഈ ലെൻസിനെ ഇവിടെ രണ്ടു വശത്തേക്കും പിടിച്ചു നിർത്തുന്നത് ആരാണ്? സീലിയറി മസിൽസ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്. ഈ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ, സ്റ്റിമുലസിനെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ആരുണ്ട്? ഒപ്റ്റിക്കൽ നെർവ് ഉണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്?
ഇനി നമ്മള് അക്വസ് ചേംബറിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ. നോക്കാം. ഇവിടെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്ന ഇവിടെ ഒരു ചേംബർ ഉണ്ട്. ആ ചേംബറിനെ പറയുന്ന പേരാണ്, അറേനെ പറയുന്ന പേരാണ് അക്വസ് അറ. അക്വസ് ചേംബർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അക്വസ് അറ. അതിന്റെ ഉള്ളില് ശരിക്കും വെള്ളം പോലെ തന്നെ ഇരിക്കുന്ന ഒരു ലിക്വിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. ആ ലിക്വിഡിനെയാണ് നമ്മൾ അക്വസ് ദ്രവം. അപ്പൊ അക്വസ് അറയ്ക്കകത്തുള്ള ദ്രവത്തിനെ പറയുന്ന പേരാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എവിടേക്ക് അബ്സോർബ് ചെയ്ത് പൊക്കോളും? രക്തത്തിലേക്ക് തന്നെ അബ്സോർബ് ചെയ്ത് പൊക്കോളും. ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? അക്വസ് ദ്രവത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലെയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ലെയർ ആയിരുന്നു അത്? ഏത് ലെയർ ആയിരുന്നു? ആ, കൊറോയിഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ പറയുന്ന പേരെന്തായിരുന്നു? കോളിക്ക് നോക്കണോ? ചാറ്റ് ബോക്സിൽ മെസ്സേജ് കാണില്ല. മെസ്സേജ് വന്നില്ലല്ലോ. ക്ലാസ് കേൾക്കുന്നില്ലേ? ശരി, നിങ്ങൾ നോക്കിയിട്ട് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. ആ, അപ്പോ നമ്മുടെ കണ്ണിലുള്ള രക്തക്കുഴലുകളിൽ നിന്നാണ് രക്തം പതിയെ അക്വസ് ദ്രവമായിട്ട് മാറുന്നതും അക്വസ് ദ്രവമാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണുന്ന ഒരു അറയും, അതിന് പറയുന്ന പേരാണ് വിട്രിയസ് അറ. വിട്രിയസ് അറ കണ്ണിൽ കാണുന്ന ഏറ്റവും വലിയ അറയാണ്, കൂട്ടത്തിൽ സൈസ് കൂടിയ അറയാണ് വിട്രിയസ് അറ. മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ആ, രക്തപടലം കറക്റ്റ് ആണ്. കുറെ പേര് ക്ലാസ് ഓണാക്കി വെച്ചിട്ട് വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ഓക്കെ, കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണ്? വിട്രിയസ് അറയാണ്, വിട്രിയസ് അറ. ഈ അക്വസ് അറയിലെ പ്രത്യേകത, അത് വെള്ളം എങ്ങനെയാണോ നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്ന വെള്ളം ഉണ്ട്, അതെങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും അക്വസ് ചേംബറിലെ അല്ലെങ്കിൽ അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അതേസമയം വിട്രിയസ് അറയ്ക്കകത്തുള്ള ജലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ്രവം എന്ന് പറയുന്നത് ഒരു അർദ്ധഖരാവസ്ഥയിലാണ്. നമ്മൾ ഈ ജെല്ലൊക്കെ തൊട്ട് നോക്കി, ഏകദേശം അങ്ങനെ ഒരു അർദ്ധഖരാവസ്ഥയിലാണ് എവിടെ ഇരിക്കുക? വിട്രിയസ് ചേംബറിനകത്തുള്ള ദ്രവം ഇരിക്കുക. അതിന് നമ്മൾ വിട്രിയസ് ദ്രവം എന്ന് വിളിക്കാറുണ്ട്, സ്ഫടിക ദ്രവം എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ സ്ഫടിക വസ്തുക്കളൊക്കെ കാണുന്ന പോലെ കുറച്ച് സ്റ്റേബിൾ ആയിട്ടാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിന് വിട്രിയസ് ദ്രവം എന്നും പേരുണ്ട്, അതുപോലെ തന്നെ സ്ഫടിക ദ്രവം എന്നും പേരുണ്ട്. കണ്ണിന്റെ ആകൃതി നിലനിർത്താനായിട്ട്, ആ ഒരു ഉരുണ്ട ഷേപ്പ് ഉണ്ടല്ലോ, അത് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. ഓക്കെ, ഇനി നമ്മുടെ കണ്ണില് പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതാണ് നമ്മുടെ കണ്ണില് പ്രകാശം വരണ അനുസരിച്ച് നമുക്ക് കാഴ്ച തരാനായിട്ട് സഹായിക്കുന്നത്. അങ്ങനെ രണ്ട് ടൈപ്പ് പ്രകാശഗ്രാഹി കോശങ്ങളാണ് നമ്മുടെ കണ്ണുകളിലുള്ളത്. ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ട്. റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുമുണ്ട്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ വീടിനൊക്കെ അടുത്തുള്ള റോഡുകൾ ഉണ്ട് അല്ലെ, റോഡിന്റെ കളർ എന്താ? ഇരുണ്ട നിറാണ് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ഇരുണ്ട അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇരുണ്ട വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഇവയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ല. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങളാണ്. ഇനി നിറങ്ങൾ തിരിച്ചറിയാനും അതുപോലെ തന്നെ തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്? കോൺ കോശങ്ങളാണ് അല്ലെ. അപ്പൊ തീവ്ര പ്രകാശം വരുമ്പോ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. ഏത് നിറമാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആരാണ്? കോൺ കോശങ്ങളാണ്. അപ്പൊ പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത്
കോൺ കോശങ്ങളായിരിക്കും. രാത്രിയിലെ മങ്ങി വെളിച്ചത്തിലുള്ള കാഴ്ച സാധ്യമാക്കുന്നത് ആരായിരിക്കും? റോഡ് കോശങ്ങളായിരിക്കും. റോഡ് കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റെറ്റിനയിലാണ്. റോഡ് കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റെറ്റിനയിലാണ്. ഇവരുടെ ഉള്ളിൽ ഒരു വർണ്ണവസ്തു, ഒരു പിഗ്മെന്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതിന്റെ പേര് നമ്മൾ പഠിക്കണം. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവിന് പറയുന്ന പേരാണ് റോഡോപ്സിൻ. റോഡോപ്സിൻ. അതുപോലെ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. രണ്ടുപേരും പഠിച്ചിരിക്കണം. അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. ഈ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ ആ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. ഇത് എവിടെ നിന്നാണ് ഫോം ചെയ്തു വരണേന്ന് അറിയോ? നമ്മൾ വിറ്റമിൻ എ കണ്ണിന് വളരെ അത്യാവശ്യമാണെന്ന് പറയാറുണ്ട് അല്ലെ? കണ്ണിന്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്, കാഴ്ച കൂടാൻ നല്ലതാണെന്ന് പറയാറുണ്ട്. ഈ വിറ്റമിൻ എയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു ഘടകമാണ് റോഡോപ്സിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, വിറ്റമിൻ എയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു ഘടകമാണ് റോഡോപ്സിന്റെ ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ ഇരുണ്ട നിറങ്ങളിൽ അല്ലെങ്കിൽ പ്രകാശം കുറവുള്ള സമയത്ത് കാഴ്ച കുറച്ചുകൂടി നന്നായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റോഡോപ്സിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അതുണ്ടാവുന്നത് എവിടെ നിന്നാണ്? വിറ്റമിൻ എയിൽ നിന്ന് ലഭിക്കുന്ന റെറ്റിനാലിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. അതുപോലെ തന്നെ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഉണ്ട്. വിഷ്വൽ പർപ്പിൾ റോഡോപ്സിൻ ആണെങ്കിൽ വിഷ്വൽ വയലറ്റ് ആരായിരിക്കും? അയഡോപ്സിൻ ആയിരിക്കും. ഈ അയഡിൻ സൊല്യൂഷൻസിന്റെ അയഡോപ്സിൻ സൊല്യൂഷൻസിന്റെ ഒക്കെ നിറം ഒരു വയലറ്റ് ഷെയ്ഡാണ്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. ഓക്കെ, ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും മൂങ്ങിയൊക്കെ ഇര പിടിക്കാൻ രാത്രിയാണ് ഇറങ്ങുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? മൂങ്ങിക്ക് പകൽ കണ്ണ് കാണാത്തോണ്ടാണ് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പകൽ വെളിച്ചത്തില് മൂങ്ങിക്ക് കാഴ്ച കുറയാനുള്ള കാരണം എന്താണ്? അവയ്ക്ക് കോൺ കോശങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് മൂങ്ങിക്ക് പകൽ വെളിച്ചത്തില് കാഴ്ച കുറയാനുള്ള കാരണം. രാത്രി അവർക്ക് നന്നായിട്ട് കാണാം. കാരണം എന്താ? അവരുടെ കണ്ണില് റോഡ് കോശങ്ങൾ ധാരാളമുണ്ട്. ക്ലിയർ ആണോ? ഇനി നമ്മുടെ കണ്ണില് നമുക്ക് കരച്ചിൽ വരാറുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാറുണ്ട്. ഇങ്ങനെ കണ്ണീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണീര് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ കണ്ണില് കണ്ണീര് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? ലാക്രിമൽ ഗ്രന്ഥിയാണ്. നമ്മുടെ കണ്ണില് എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ വന്ന് വീഴുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് എന്ത് വരും? കണ്ണീര് വരും. ഈ കണ്ണീരിൽ ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? നമ്മൾ ഓൾറെഡി ഈ പേര് പഠിച്ചിട്ടുണ്ട്. ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ആണ് കണ്ണിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ലൈസോസൈം എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിൽ വന്ന ജീവികളെ, അത് ചെറിയ വണ്ട് പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിലും അതിനെ നശിപ്പിക്കാനായിട്ട് എന്തിന് കഴിവുണ്ട്? ഈ പറഞ്ഞ ലൈസോസൈമിന് കഴിവുണ്ട്. നമ്മൾ കോശത്തിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോശത്തിലെ മറ്റ് കോശാംഗങ്ങളെ ദഹിപ്പിച്ച് കളയാനായിട്ട് കഴിവുള്ള കോശ ഘടകമാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈസോസോം അല്ലെങ്കിൽ ലൈസോസൈം എന്ന് പറയുന്ന ആ ഒരു എൻസൈം കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഈ കണ്ണീരിനുള്ളിൽ ഒരു ലോഹം അടങ്ങിയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഇങ്ങനെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. അപ്പൊ കണ്ണീരിന് ഒരു തിളക്കമുണ്ടല്ലോ, ആ തിളക്കത്തിന് കാരണം എന്ത് തന്നെയാണ്? ഈ സിങ്ക് എന്ന് പറയുന്ന മെറ്റലാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുഞ്ഞു കുട്ടികള് ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് അവര് കരയുമ്പോൾ സൗണ്ട് മാത്രമേ ഉള്ളൂ, സൗണ്ട് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. കണ്ണിൽ നിന്ന് എന്ത് വരാറില്ല? കണ്ണീര് വരാറില്ല. ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോൾ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടായി തുടങ്ങുള്ളൂ? കണ്ണീരുണ്ടായി തുടങ്ങുള്ളൂ. ഓക്കെ, ഇപ്പൊ ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാവുക? കണ്ണീര് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മള് എന്തെങ്കിലും പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മളോടൊരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ പിടിച്ച് വായിക്കാൻ പറയാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ വരാതെ നല്ല വ്യക്തമായിട്ട് കാണാനും വായിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളോട് അങ്ങനെ പറയാം.
അങ്ങനെ വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു കുറഞ്ഞത് ഒരു 25 സെന്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ സാധനം എന്തെങ്കിലുമൊക്കെ വായിക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരും. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ടേമുകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ടേമാണ് പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത. സമഞ്ജനക്ഷമത ഒരു കണ്ണിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ ലെൻസ് എന്ത് ചെയ്യണം? അത് നീളം കൂട്ടുകയോ നീളം കുറയ്ക്കുകയോ വലിപ്പം കൂട്ടുകയോ വണ്ണം കുറയ്ക്കുകയോ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ദൂരം എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പൊ നിങ്ങൾ ഒരു 25 സെന്റിമീറ്ററിന് അപ്പുറം പിടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ 25 സെന്റിമീറ്ററിന് മുമ്പ് പിടിച്ചു കഴിഞ്ഞാലും നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ കൃത്യമായിട്ട് എന്ത് വന്ന് വീഴണം? ഈ ഇമേജ് വന്ന് പതിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ണിന്റെ ലെൻസ് എന്ത് ചെയ്യും? അതിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കും. അതങ്ങനെ ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? വക്രതയിൽ മാറ്റം വരുത്തിയിട്ടാണ്. ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിയിട്ടാണ്. അങ്ങനെ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്താനായിട്ട് സഹായിക്കുന്ന മസിലുകൾ ഏതാന്ന് പറഞ്ഞു തന്നത്? സീലിയറി മസിലുകളാണ്. അപ്പൊ ഈ സീലിയറി മസിലുകളുടെ സഹായത്തോടു കൂടി കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന്റെ അനുസരിച്ച് കണ്ണിന്റെ ഫോക്കൽ ലെങ്ത്, നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മളിങ്ങനെ പതിയെ പതിയെ അഡ്ജസ്റ്റ് ചെയ്യും. അതൊരു എബിലിറ്റിയാണ്, നമ്മുടെ കണ്ണിന്റെ ഒരു എബിലിറ്റിയാണ്. ആ എബിലിറ്റിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത. നമ്മൾ ചില വസ്തുക്കൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ നമ്മളൊരു ഇമേജ് പോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും. പണ്ടത്തെ സിനിമകളൊക്കെ ഫിലിം സിനിമകളായിരുന്നു അല്ലെ? അപ്പൊ ഒരു ഫിലിം കഴിഞ്ഞ് അടുത്ത ഫിലിം അതിങ്ങനെ പിക്ചർ ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലാണ് നമ്മളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ കണ്ണിന്റെ പ്രത്യേകതയായിട്ടുള്ള വീക്ഷണ സ്ഥിരത അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ഒരു ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും. ആ സമയം ഒന്ന് ശ്രദ്ധിക്കണം. ദൃശ്യാനുഭവം എത്ര സമയത്തേക്കാണ് തങ്ങി നിൽക്കുക? 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും. ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ചില സ്റ്റോറി ബുക്കുകൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ നമുക്ക് അതിങ്ങനെ ഒരു കഥ പോലെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ബുക്കുകള്, പണ്ടത്തെ ഫിലിം ക്യാമറകള്, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വീക്ഷണ സ്ഥിരത എന്ന് പറയുന്ന പ്രതിഭാസം ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി 20/20 എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? കണ്ണിന്റെ വ്യക്തമായ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് 20/20 എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രണ്ട് കണ്ണിലെയും ദൃശ്യങ്ങൾ തലച്ചോറിന്റെ സഹായത്തോടെ ഒരേ സമയം കേന്ദ്രീകരിച്ച് നമുക്കൊരു 3D ഇമേജ് പോലെയാണ് നമ്മുടെ മനസ്സിൽ അത് രൂപം കൊള്ളുന്നത്. ഈ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ. അപ്പൊ നമ്മുടെ രണ്ട് കണ്ണിലെയും ഇപ്പോ ഒരു കണ്ണില് ഒരു ഇമേജ് ആണ്, രണ്ടാമത്തെ കണ്ണില് രണ്ടാമത്തെ ഇമേജ് ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ 3 ഡയമെൻഷണൽ ഇമേജ് കിട്ടാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ കാണുകയാണ്. ഈ മൊബൈൽ ഫോണിന്റെ നീളവും അതുപോലെ തന്നെ വീതിയും നമുക്ക് ഒരുപോലെ തന്നെ മനസ്സിലായാലാണ് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ സൈസ് ഏകദേശ ധാരണ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുപ്പിയുടെ ഒരു ഭാഗം മാത്രം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, അതിന് എത്ര വലിപ്പം ഉണ്ടെന്ന് കൂടി നമുക്ക് അറിയണ്ടേ. അപ്പൊ അങ്ങനെയുള്ള 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ ത്രിമാന ദൃശ്യാനുഭവം നമുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് കണ്ണിലെയും ദൃശ്യങ്ങൾ തലച്ചോറിന്റെ സഹായത്തോടു കൂടി ഒരേ സമയം കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും വരെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഏകദേശം 7 പേജോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെയുള്ള സെക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. അപ്പൊ ഞാനൊരു 5 മിനിറ്റ് സമയം തരാം ഈ ഒരു 7 പേജ് ഒന്ന് വായിച്ചു നോക്കാനായിട്ട്.
ഓക്കെ, വായിച്ചോളില്ലേ? വായിക്കാൻ സമയം തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കുക, എന്നിട്ട് ചോദിക്കാം. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. അപ്പൊ നിങ്ങള് 10th ടെക്സ്റ്റ് കൂടി ഇതിനൊപ്പം വായിച്ചു പോക്കോളൂ. ഞാനെന്നാ അടുത്ത ദിവസം വായിക്കാനായിട്ട് ബയോളജി പോർഷൻ തരാം. അപ്പോ ഇതിന്റെ കൂടെ അതും ഒപ്പം പൊക്കോളൂ. ഓക്കെ, നമ്മൾ ഇതുവരെ വായിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ആയിരുന്നല്ലോ. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ബയോളജി ഈ പോർഷൻ ഞാൻ കവർ ചെയ്യാനായിട്ട് തരാം. അപ്പോ ഇതില് ഇപ്പൊ പറയാത്ത ഏതെങ്കിലും പോയിന്റ് ആ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ ഒപ്പം വായിച്ചു പോകാനും. ഓക്കെ, അപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇന്നിപ്പോ ഇതുവരെ എടുത്ത പോർഷൻസ് കൺഫ്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് പറയാനുള്ള അടുത്ത ടോപ്പിക് ഏതാണ്? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നേത്ര വൈകല്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള കുറച്ച് അസുഖങ്ങളാണ് ഷോർട്ട് സൈറ്റ്, തിമിരം, ലോങ് സൈറ്റ്, പിന്നെന്തൊക്കെയുള്ള ഇങ്ങനത്തെ അസുഖങ്ങളെ കുറിച്ച് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം പഠിക്കാനുള്ളത് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഹ്രസ്വ ദൃഷ്ടി. അതിന്റെ ശരിക്കുള്ള വാക്ക് മയോപ്പിയ എന്നാണ്. ആ പേരും കൂടി ഒപ്പം പഠിച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോ ഹ്രസ്വ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. ഓക്കെ, എന്തിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? അടുത്തുള്ള ഹ്രസ്വ ദൂരത്തുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കാണാൻ പറ്റില്ല. ഈ അസുഖത്തിന് പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. രണ്ടു വാക്കും പഠിച്ചു പോണേ. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അപ്പൊ ആ വാക്ക് വെച്ച് പഠിക്കാം. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ അടുത്തുള്ളത് ദൃഷ്ടിയിൽ പെടുന്നുണ്ട്, അടുത്തുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കാണാൻ പറ്റില്ല? അകലെയുള്ളത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ കാരണം എന്തായിരിക്കും? നമ്മുടെ കണ്ണിന്റെ നേത്രഗോളത്തിന് നീളം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. കണ്ണിന്റെ നേത്രഗോളത്തിന്റെ നീളം ഇങ്ങനെ വലുതാകുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇനി ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, നോക്കിയേ. സാധാരണ ഒരു മനുഷ്യന്റെ കണ്ണില് റെറ്റിനയിലാണ് എന്ത് വരാ? ഇമേജ് വന്ന് വീഴാം. അതേസമയം മയോപ്പിയ ഉള്ള ആളുടെ അവസ്ഥ നോക്കിയേ. റെറ്റിനയുടെ മുൻപിലായിട്ടാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്. അപ്പൊ റെറ്റിനയുടെ മുമ്പിലായിട്ട് പ്രതിബിംബം രൂപം കൊള്ളുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് എന്ത് കാണാൻ പറ്റാത്തത്? അകലെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാനായിട്ട് പറ്റാത്തത്. ഓക്കെ, അപ്പോ അടുത്തുള്ള വസ്തുക്കൾ വരുമ്പോൾ കൃത്യമായിട്ട് റെറ്റിനയിൽ വീഴുന്നുണ്ട്. അതേസമയം അകലെയുള്ള വസ്തുക്കൾ വരുമ്പോൾ എന്ത് വീഴുന്നില്ല? റെറ്റിനയിൽ ഇമേജ് വീഴുന്നില്ല, പകരം റെറ്റിനയുടെ മുമ്പിലാണ് വീഴുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് അതിനൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസ് ഏതാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഷോർട്ട് സൈറ്റ് അഥവാ ഹ്രസ്വദൃഷ്ടിയായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് മയോപ്പിയ എന്നായിരുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്കുള്ള അടുത്തൊരു അസുഖമാണ് ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റഡ്നെസ്. അപ്പോ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അകലെയുള്ള വസ്തുക്കളെ കാണും. അപ്പൊ ഏതിനെ കാണാൻ പറ്റാത്തത്? അടുത്തുള്ളതിനെ കാണാൻ പറ്റുന്നില്ല. നോക്കിയേ, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദീർഘദൃഷ്ടിയുടെ ഇംഗ്ലീഷ് വാക്കാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ. ഇതിന്റെ റീസൺ എന്തായിരിക്കും? നമ്മൾ മയോപ്പിയയുടെ റീസൺ പറഞ്ഞത് എന്തായിരുന്നു? നേത്രഗോളത്തിന്റെ നീളം കൂടുന്നതായിരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തായിരിക്കും? നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് ഹൈപ്പർ മെട്രോപ്പിയയുടെ കാരണം. ഓക്കെ, അപ്പൊ ഈ നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇവിടെ ഇമേജ് നോക്കിയാൽ മതി. മയോപ്പിയ ഉള്ളവർക്ക് ഇമേജ് വന്ന് വീഴുന്നത് എവിടെയാണ്? റെറ്റിനയുടെ മുമ്പിലാണ്. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ദീർഘദൃഷ്ടിയുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കും നോക്കിയേ. റെറ്റിനയുടെ പിന്നിലാണ് ഇമേജ് വന്ന് വീഴുന്നത്. പിന്നെ എങ്ങനെയാ ഒപ്റ്റിക് നെർവിക്ക് കൂടെ ബ്രെയിനിലേക്ക് ചെല്ലാം?
ഓക്കെ. അപ്പോ എപ്പോഴും ഇങ്ങനെയുള്ള ആളുകളിൽ പ്രതിബിംബം വീഴുന്നത് എവിടെയായിരിക്കും? പ്രതിബിംബം വന്ന് പതിക്കുന്നത് എവിടെയായിരിക്കും? റെറ്റിനയുടെ പുറകിലാണ് വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായ കാഴ്ച സാധ്യമല്ലാണ്ടാകുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും. നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല. ആ അവസ്ഥേനെ പറയുന്ന പേരാണ് ആദ്യം പറഞ്ഞ അസുഖം. ഏതാണ്? ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അതിന്റെ റീസൺ എന്തായിരുന്നു? നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് അതിന്റെ കാരണം. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? പ്രതിബിംബ രൂപം കൊള്ളുന്നത് എവിടെയായിരിക്കും? റെറ്റിനയുടെ മുമ്പിലായിരിക്കും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ്, അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ അകലെയുള്ളതിനെ കൃത്യമായിട്ട് കാണാം. ഈ ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി. ഇതിന്റെ കാരണം എന്തായിരിക്കും? കണ്ണിന്റെ നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞു വരുന്നതാണ് കാരണം. ഇവിടെ ഇമേജ് എവിടെയായിരിക്കും വന്ന് വീഴുന്നുണ്ടാവുക? റെറ്റിനയുടെ പുറകിലായിരിക്കും വന്ന് പതിക്കുന്നുണ്ടാവുക. റെറ്റിനയിൽ വീണാലാണ് നമുക്ക് ഇമേജ് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ, പ്രതിബിംബം കാണാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി നമ്മുടെ കണ്ണിന്റെ ലെൻസിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഒരു വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ ലെൻസിന്റെ വക്രതയിൽ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ട് കൃത്യമായിട്ട് ഇമേജ് ഫോം ചെയ്യാത്ത പ്രശ്നത്തിന് പറയുന്ന പേരാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ, അസ്റ്റിഗ്മാറ്റിസം. അപ്പൊ നമ്മുടെ ലെൻസിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ഓക്കെ, നോർമൽ വിഷനും അസ്റ്റിഗ്മാറ്റിസം ഉള്ള വിഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക, കൃത്യമായിട്ടൊരു ഇമേജ് നമുക്ക് കിട്ടുന്നില്ല. സാധാരണ കണ്ണാണെങ്കിൽ നോക്കിയേ, കൃത്യമായിട്ട് ഒരു ഒറ്റ ഫോക്കസ് പോയിന്റിലേക്ക് ആയിരിക്കും അത് വീഴുന്നുണ്ടാവുക. അസ്റ്റിഗ്മാറ്റിസം ഉള്ളവരുടെ കണ്ണിന്റെ പ്രത്യേകത എന്താ? രണ്ട് സ്ഥലത്ത് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് തന്നെ ഒരു ബ്ലർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക, ഒരു ക്ലിയർ ആയിട്ടൊരു ഒരു വിഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കാഴ്ച കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വിഷമകരമായ കാഴ്ച, വിഷമദൃഷ്ടി. ഓക്കെ, മൂന്ന് അസുഖങ്ങൾ പഠിച്ചു വിട്ടാണ്. നാലാമത്തേലേക്ക് കിടക്കാണ്. നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ രണ്ട് ചേംബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലെ? അക്വസ് ചേംബർ ഉണ്ട്, വിട്രിയസ് ചേംബർ ഉണ്ട്. അക്വസ് അറിയും, വിട്രിയസ് അറിയും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള മർദ്ദം, അതിന്റെ ഉള്ളിലൊരു ലിക്വിഡ് ദ്രവം നിറഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ദ്രവം രക്തത്തിൽ നിന്ന് ഫോം ചെയ്യണം, രക്തത്തിലേക്ക് തന്നെ തിരിച്ച് അബ്സോർബ് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെയാണ് അതിങ്ങനെ മാനേജ് ചെയ്ത് നമ്മുടെ കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേത്രഗോളത്തിന്റെ മർദ്ദം സാധാരണയിൽ കവിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അസുഖത്തിന് പറയുന്ന പേരാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ. ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നിശബ്ദമായി വരും, കാഴ്ച കംപ്ലീറ്റ് പോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കണ്ണിന് ഓവർ പ്രഷർ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഇതിന് പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: നിശബ്ദനായ കാഴ്ച ശക്തി അപഹാരി എന്നാണ് ഗ്ലോക്കോമനെ വിശേഷിപ്പിക്കുന്നത്. ഈ സാധാരണ ലേസർ ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറയും, കണ്ണിന് ലേസർ ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറയും. അത് ചെയ്യുന്നത് ഏത് അസുഖത്തിന് വേണ്ടിയിട്ടാണ്? ഗ്ലോക്കോമ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 4 ടൈപ്പ് അസുഖങ്ങൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു 4 ടൈപ്പ് അസുഖങ്ങള്? ദീർഘദൃഷ്ടി പറഞ്ഞു, ഹ്രസ്വദൃഷ്ടി പറഞ്ഞു, വിഷമദൃഷ്ടി പറഞ്ഞു, ഗ്ലോക്കോമ പറഞ്ഞു. 4 പറഞ്ഞോളൂ. കറക്റ്റ് അല്ലേ? ആ, കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഈ കണ്ണിന്റെ വൈകല്യങ്ങൾ പരിഹരിക്കാനായിട്ട് എങ്ങനത്തെ ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് നമുക്ക് കോൺകേവ് ലെൻസ്, അപതല ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് കോൺവെക്സ് ലെൻസ് ആണ്. വിഷമദൃഷ്ടി പരിഹരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. ഈ വിഷമദൃഷ്ടി ഉള്ളവരാണ് നമ്മൾ സോഡ കുപ്പി എന്നൊക്കെ വിളിക്കാറ്. അങ്ങനത്തെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ലെൻസ് ആണ് എവിടെ വേണ്ടത്? വിഷമദൃഷ്ടിയുള്ളവർക്ക് വേണ്ടത്. ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒന്നിച്ചൊരാൾക്ക് വരികയാണെങ്കിൽ നമ്മൾ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവും കോൺവെക്സും കൂടിയ ലെൻസ് ഉപയോഗിക്കും. ഈ ബൈഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ 4 അസുഖങ്ങളല്ലാണ്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട മറ്റു അസുഖങ്ങളുണ്ട്. നമുക്ക് ആ പേരുകളൊക്കെ ഒന്ന് കേട്ട് നോക്കാം. ഒന്നാമത്തെ അസുഖമാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്ന് പറയുന്നത്
നമ്മുടെ കണ്ണിന്റെ കോർണിയ അത് ഈർപ്പരഹിതമായി വരണ്ട് ഭയങ്കര അതാര്യമായിട്ട് മാറുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ കണ്ണുനീരില്ലാണ്ട് കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിന്റെ കോർണിയ സുതാര്യമായിരിക്കണം, എങ്കിൽ മാത്രമാണ് ലൈറ്റ് കണ്ണിന്റെ ഉള്ളിലേക്ക് കടക്കുള്ളൂ. അപ്പൊ കണ്ണുനീരുള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര നറീഷ്ഡ് ആയിട്ട് നിൽക്കുന്നത്. കണ്ണുനീരുള്ളത് കൊണ്ട്, അക്വസ് ഹ്യൂമർ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അക്വസ് ദ്രവം ഉള്ളത് കൊണ്ട്, വിട്രിയസ് ദ്രവം ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മുടെ കണ്ണിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോ നേത്ര ആവരണവും ഏറ്റവും പുറമെയുള്ള ലെയറും അതുപോലെ തന്നെ കോർണിയയും, ഇത് രണ്ടും ഈർപ്പരഹിതമാകുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കോർണിയ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? സുതാര്യമല്ലാതെ ലൈറ്റ് കടത്തി വിടാതെ അതാര്യമായിട്ട് മാറും. അതായത് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കണ്ണുനീരില്ലാണ്ട് കണ്ണ് വരണ്ടു പോകുക എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. ഇതിന്റെ കാരണം എന്താണ്? വിറ്റമിൻ എ, വിറ്റമിൻ എയുടെ അപര്യാപ്തതയാണ് ഇതിന്റെ കാരണം. അപ്പൊ വിറ്റമിൻ എ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻ ആണ്. അപ്പൊ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ വിറ്റമിൻ എയിൽ നിന്ന് പഠിച്ചു. ഒന്ന്, സിറോഫ്താൽമിയ എന്ന അസുഖത്തിന് കാരണം വിറ്റമിൻ എയുടെ അപര്യാപ്തതയാണ്. രണ്ടാമത് പറഞ്ഞത് ഏതാണ്? റോഡോപ്സിൻ. റോഡോപ്സിൻ എന്ന് പറയുന്നത് റോഡ് സെല്ലുകളിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ് ആണ്, ഒരു വർണ്ണവസ്തുവാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് ഫോം ചെയ്യാനായിട്ട് ആവശ്യമുള്ള പിഗ്മെന്റ് ഉണ്ടാവുന്നത് ഏതിൽ നിന്നാണ്? വിറ്റമിൻ എയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ വിറ്റമിൻ എ കണ്ണിന് വളരെ അത്യാവശ്യമാണ്. അപ്പൊ കണ്ണ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ എ ആണ്. ഓക്കെ, ഇനി നമ്മുടെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥേനെ പറയുന്ന പേരാണ് നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മൈന്യൂട്ട് ഒരു കാഴ്ച ഉണ്ടാവും. നമുക്ക് ഏത് വസ്തു എവിടെ ഇരിക്കണേന്നൊരു ചെറിയ അത്രയും മങ്ങിയ വെളിച്ചത്തിൽ പോലും നമുക്കൊരു കാഴ്ച ഉണ്ടാവും. ആ അവസ്ഥേനെ പറയുന്ന അത് നമുക്ക് നോർമലാണ്. അത്രയും പോലും കാണാൻ പറ്റാത്ത മങ്ങിയ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയി പോകുന്ന അവസ്ഥയാണ് നിശാന്തത. ഇതിനെയും കാരണം എന്ത് തന്നെയാണ്? വിറ്റമിൻ എയുടെ അപര്യാപ്തതയാണ്. വിറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രണ്ട് അസുഖങ്ങൾ ഏതൊക്കെയാണ്? സിറോഫ്താൽമിയയും അതുപോലെ തന്നെ നിശാന്തതയും. ഇനി നമ്മുടെ കണ്ണുകൾക്ക് കൃത്യമായിട്ട് പച്ച കളർ ഏതാണ്, നീല കളർ ഏതാണ്, ചുവപ്പ് കളർ ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? എന്നാൽ ചിലരുടെ കണ്ണുകളുടെ പ്രത്യേകത കാരണം അവർക്ക് ഈ ചുവപ്പും പച്ചയും കൃത്യമായിട്ട് കാണാം, നീല നിറം കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങളാണ് ഈ മൂന്നെണ്ണം. അതിനെ കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റില്ല. അവർക്ക് നീല നിറവും എന്ത് തന്നെയായിട്ട് കാണുള്ളൂ? ചുവപ്പ് പച്ചയ്ക്കായിട്ട് തന്നെ തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് വർണ്ണാന്ധത. ഇംഗ്ലീഷിൽ അതിനെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കും. ഇവർക്ക് വർണ്ണാന്ധതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതാണ്? ചുവപ്പും പച്ചയുമാണ് തിരിച്ചറിയാൻ കഴിയാത്തത്. ഇപ്പൊ പറഞ്ഞത് തെറ്റിപ്പോയി അല്ലേ? ഓക്കെ, വർണ്ണാന്ധതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയുമാണ്. ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? നീല മാത്രമേ ഉള്ളൂ. പ്രാഥമിക വർണ്ണങ്ങളിൽ ഈ നീല നിറം മാത്രമേ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ചുവപ്പും പച്ചയും ഒന്നും ഇവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നെസ് കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. നമ്മൾ ആ സയൻസിനെ കുറിച്ച് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജോൺ ഡാൾട്ടൺ. ഈ ജോൺ ഡാൾട്ടൺ ആണ് ഈ ഒരു അസുഖം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിന് ഡാൾട്ടനിസം എന്ന പേരുകൂടി ഉണ്ട്. ഡാൾട്ടനിസം. ജോൺ ഡാൾട്ടന് ഈ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം അതിങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്തു. ആ അസുഖം ഡാൾട്ടനിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒരാൾക്ക് വർണ്ണാന്ധത ഉണ്ടോ എന്ന് തെളിയിക്കാനായിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ടെസ്റ്റിനെ പറയുന്ന പേരാണ് ഇഷിഹാര. ഇഷിഹാര ഇത് എന്തിനുള്ള ടെസ്റ്റ് ആണ്? വർണ്ണാന്ധത നിർണയിക്കാനുള്ള ടെസ്റ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലരുടെ കണ്ണുകള് രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് വരില്ല. ഓക്കെ, പകരം രണ്ട് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ, ഒരെണ്ണം ഇവിടെ ഒരു കൃഷ്ണമണി ഇവിടെയാണെങ്കിൽ മറ്റേ കൃഷ്ണമണി ഇപ്പുറത്തെ സൈഡിൽ, അങ്ങനെ രണ്ടു വശത്തേക്കായിട്ട് കണ്ണുകള് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അതിന് കാരണം കണ്ണിലെ പേശികളുടെ സമന്വിതമായ ചലനം സാധ്യമല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, കണ്ണിലെ പേശികളുടെ സമന്വിതമായ ചലനം സാധ്യമല്ലാത്തത് കൊണ്ട് കണ്ണുകൾ ഒരേ സ്ഥലത്തേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കില്ല.
ഈ ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് കോങ്കണ്ണ്. നമ്മൾ മലയാളത്തിൽ എപ്പോഴും പറയാറുണ്ട് കോങ്കണ്ണ് വരും, കോപ്പി അടിക്കരുത്, കോങ്കണ്ണ് വരും അല്ലെ. ആ ഒരു അവസ്ഥയാണ് കോങ്കണ്ണ്. കണ്ണിലെ പേശികളുടെ ഒരുപോലുള്ള ചലനം സാധ്യമാകാത്തതുകൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത്. പിന്നെ നമ്മൾ തുടക്കം പറഞ്ഞൊരു പേരുണ്ടായിരുന്നു ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവിറ്റിസ്. നേത്ര ആവരണത്തിന് കൺജങ്ക്റ്റൈവയിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. കണ്ണിന്റെ നേത്ര ആവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതല്ലാണ്ട് പ്രായമായ ആളുകളിൽ വരുന്ന ഒരു അസുഖമുണ്ട്, വെള്ളെഴുത്ത് എന്ന് പറയും. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്ത്. ഈ പ്രസ്ബയോപ്പിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സാധാരണ നമ്മുടെ കണ്ണിന്റെ ലെൻസ് എന്താണ്? ഇലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ ലൈറ്റ് റേ അനുസരിച്ച് ഇത് എന്ത് ചെയ്യും? നീളം കൂടാനും നീളം കുറയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഈ കണ്ണിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറെ അകലെയുള്ള വസ്തുക്കളൊന്നും കാണാൻ പറ്റില്ല. പേപ്പറൊക്കെ, നല്ല പ്രായമായ പേപ്പറൊക്കെ ഇങ്ങനെ അടുത്ത് പിടിച്ച് വായിക്കാൻ കാണാം. ഒരു കണ്ണ് നമ്മൾ പുറമേ നോക്കി കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും ഇങ്ങനെ ഒരു വെള്ള കളർ ലെയറും കാണാൻ പറ്റും. നല്ല വീട്ടിലെ പാപ്പന്മാരെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ണൊന്ന് നോക്കിയാൽ മതി, കണ്ണിന് ചുറ്റും ഒരു വെള്ള കളർ കാണാൻ പറ്റും. അത് വെള്ളെഴുത്ത് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ പ്രായം കൂടുന്നതനുസരിച്ച് കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പ്രായം കൂടുന്ന ആളുകൾക്ക് അവരുടെ കണ്ണിന്റെ ലെൻസിന്റെ, ഇത് ലെൻസ് എന്നാണ് കേട്ടോ, ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം. ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. തിമിരം, കാറ്ററാക്ട്. ഓക്കെ. ഈ കാറ്ററാക്റ്റിന് അല്ലെങ്കിൽ തിമിരത്തിന് എന്തുണ്ട്? തിമിര ശസ്ത്രക്രിയ ഉണ്ട്. ആദ്യമായിട്ട് ലോകത്തില് തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതനാണ്. ശുശ്രുതൻ എന്ന് പറയുന്നത് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ആയുർവേദ മെഡിസിനിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ആയുർവേദ ഡോക്ടർ ആയിരുന്നു. ഈ ശുശ്രുതനാണ് ലോകത്ത് ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ. ഇനി ട്രക്കോമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ട്രക്കോമ, കണ്ണാണ് ട്രക്കോമ. ഇനി ചിലരുടെ കണ്ണിങ്ങനെ പുറത്തേക്ക് തുറച്ചു നിൽക്കാറുണ്ട്. ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് എക്സോഫ്താൽമോസ്. എക്സോഫ്താൽമോസ്, കണ്ണ് പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ്. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്രോപ്റ്റോസിസ്. പ്രോപ്റ്റോസിസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണിന്റെ കോർണിയ മാത്രമാണ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയനെ പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റി. ലോകത്ത് ആദ്യമായിട്ട് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിം. ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിം 1905 ഡിസംബർ 7-നാണ് ഇത് ചെയ്തത്. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു ഈ ഒരു കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അതിനുശേഷം ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ഈ കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെ ഇത്രയധികം വ്യാപകമായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോണതിന് മുമ്പായിട്ട് നമ്മൾ കണ്ണിന്റെ ഒരു പരിശോധന നടത്താറുണ്ട്. കുറച്ച് അകലത്തിൽ ഇങ്ങനെ ഒരു ചാർട്ട് തൂക്കിയിടും, പല വലുപ്പത്തിലുള്ള ലെറ്റേഴ്സ് ഒക്കെ എഴുതിയത് ഇല്ലേ. ആ ചാർട്ടിനെ പറയുന്ന പേരാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട്. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? കാഴ്ച ശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ സ്നെല്ലൻ ചാർട്ട് വായിക്കാനായിട്ട് 6 മീറ്റർ അകലത്തിൽ നിന്നിട്ടാണ് വായിക്കേണ്ടത്. 6 മീറ്റർ അകലത്തിൽ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. ഓക്കെ. ഇനി നമ്മുടെ നാഷണൽ ലെവലില് അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ചത് 1976-ലാണ്. അപ്പോ അന്ധതയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളുടെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി കേന്ദ്ര തലത്തിൽ ആരംഭിക്കുന്നത് 1976-ലാണ്. ഇനി നമ്മൾ കണ്ണിനെ കുറിച്ചുള്ള കണ്ണിന്റെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഡോക്ടറെ പറയുന്ന പേരാണ്, ആ വിഭാഗത്തിനെ പറയുന്ന പേരെന്താണ്? ഒഫ്താൽമോളജിസ്റ്റ് എന്നായിരുന്നു അല്ലെ. ഒഫ്താൽമോളജിസ്റ്റ്. കണ്ണിന്റെ ഡോക്ടറെ പറയുന്ന പേരാണ് ഒഫ്താൽമോളജിസ്റ്റ്. അപ്പൊ കണ്ണിന്റെ ഉൾവശം പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരെന്തായിരിക്കും? ഒഫ്താൽമോസ്കോപ്പ്. ഒഫ്താൽമോസ്കോപ്പ്. ആ പേരൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമ്മുടെ കണ്ണിന്റെ ഉള്ളില് പ്രഷർ കൂടുമ്പോൾ നമുക്ക് വരുന്ന അസുഖം ഏതാന്ന് പറഞ്ഞത്? കണ്ണിന്റെ ഉള്ളിലെ പ്രഷർ കൂടുമ്പോൾ വരുന്ന അസുഖം ഏതാണ്? ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യൂ, കാണട്ടെ. കണ്ണിന്റെ ഉള്ളിലെ പ്രഷർ കൂടുമ്പോൾ വരുന്ന അസുഖം ഏതാണ്?
മൈക്ക് ടേൺ ഓൺ ചെയ്ത് പറയണെങ്കിൽ പറയാട്ടോ. മെൽവി. ഗ്ലോക്കോമ. യെസ്, കറക്റ്റ് ആണ്. ഗ്ലോക്കോമയാണ് കണ്ണിന്റെ മർദ്ദം കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന അസുഖം. അപ്പൊ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പരിശോധനാ രീതിനെ പറയുന്ന പേരാണ് ടോണോമെട്രി. ടോണോമെട്രി. ഈ മെട്രി എന്നുള്ള വാക്ക് എപ്പോഴും മെഷർമെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധന രീതിയാണ് ടോണോമെട്രി. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അന്ധർക്ക് സമയം തൊട്ടറിയാനായിട്ട് ഉപയോഗിക്കുന്ന വാച്ചാണ് ടാക്ടൈൽ വാച്ച്. ടാക്ടൈൽ വാച്ച്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ TACTILE, ടാക്ടൈൽ വാച്ച് എന്നാണ് കേട്ടോ. ടാക്ടൈൽ വാച്ച്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് കണ്ണുകളെ കുറിച്ച് പൊതുവെ പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ കണ്ണില് ഉണ്ടാവുന്ന അസുഖങ്ങൾ പറഞ്ഞു. അതിനുപയോഗിക്കുന്ന ലെൻസ് ഉണ്ടല്ലോ, ലെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങോട്ട് മാറിപ്പോട്ടോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളൂ. ലെൻസ് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടിയുള്ളവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വിഷമദൃഷ്ടിയുള്ളവർക്ക് നമ്മൾ സിലിണ്ടറിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഈ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒന്നിച്ചു വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ക്ലിയർ ആണോ? ഏതെങ്കിലും പോർഷൻ വീണ്ടും പറയേണ്ടതായിട്ടുണ്ടോ? ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയക്കാമോ? ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത്? നീതു ക്ലിയർ ആണെന്ന് പറഞ്ഞു. സിയോൺ ക്ലിയർ ആണെന്ന് പറഞ്ഞു. അലീഷ, അഞ്ജു, ആഷിമ ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പേര് വായിച്ചവരൊക്കെ ഞാൻ എക്സാമിന്റെ റിസൾട്ടുകളിൽ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എക്സാം അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. എല്ലാ ദിവസവും എടുക്കുന്ന പോർഷൻസ് അന്നൊന്ന് വായിച്ചു പോവാ കേട്ടോ. പരമാവധി അടുത്ത ക്ലാസ്സിന്റെ ലിങ്ക് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് വായിക്കാൻ പറ്റൂല്ലോ. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യും. അതുപോലെ തലേദിവസം എടുത്ത പോർഷൻ ഒന്ന് വായിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ.